നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം ശക്തമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതികരണക്കുറിപ്പ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ 2 ചോദ്യങ്ങൾ വരെ എന്ത് ചെയ്യാം ചില സമയങ്ങളിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രതികരണക്കുറിപ്പ് ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രതികരണക്കുറിപ്പ്: ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം, പ്രതികരണം എന്ത് ചെയ്യുക, കുറിപ്പായി എഴുതുക എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഒരു വാചകങ്ങൾ തന്നിട്ടാണ് പ്രതികരണം ചോദിക്കുന്നതെങ്കിൽ ആ വാചകങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറയണം. ഇനി എന്തുകൊണ്ട് നമ്മൾ അതിനെ അനുകൂലിക്കുന്നു, എന്തുകൊണ്ട് പ്രതികൂലിക്കുന്നു, ആ കാരണങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി അവതരിപ്പിക്കുക. നമ്മുടെ അഭിപ്രായം സ്വതന്ത്രമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ശക്തമായി അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു നല്ല പ്രതികരണക്കുറിപ്പ് ലഭിക്കുന്നു. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തീർച്ചയായും ശരിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അഭിപ്രായം പറയുന്നു. തീർച്ചയായും ശരിയാണ് എന്നുള്ള നമ്മുടെ അഭിപ്രായം എന്ത് ചെയ്യണോ, ശക്തമായി നമ്മൾ എന്ത് ചെയ്യണം, പറയാണ് ശരിയാണ്. പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ. വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന ജൈവ വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനുമാകുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. മക്കളെ, എന്തായിരുന്നു നമ്മളോട് ചോദിച്ചത് ഭൂമിയിൽ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള സോഴ്സുകളുണ്ട്. അതായത് മരങ്ങളുണ്ട്, പിന്നെയോ വെള്ളമുണ്ട്, അതേപോലെ തന്നെ മണ്ണുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും അല്ലേ? ഇതിലാണ് നമ്മുടെ പ്രതികരണം ചോദിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അത് നമ്മുടെ മനുഷ്യർ എന്ത് ചെയ്യുന്നു, മനുഷ്യരുടെ ആർത്തി കൊണ്ട്, മനുഷ്യരുടെ ലാഭക്കൊതി കൊണ്ട് എന്ത് ചെയ്യുന്നു, പലതിനെയും ചൂഷണം ചെയ്യുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രളയമായിട്ടും ഉരുൾപൊട്ടലായിട്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനുമാകുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. അത് മനുഷ്യൻ തുടരുമ്പോൾ പ്രകൃതിയും പ്രതികരിക്കുന്നു. അതാണ് പ്രളയമായും ഉരുൾപൊട്ടലുമായും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. അതിനാൽ മനുഷ്യർ കൂടി ഉൾപ്പെടുന്ന പ്രകൃതിയുടെ നിലനിൽപ്പിനായി ഒന്നിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രതികരണക്കുറിപ്പ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലുള്ള ഒരു പ്രതികരണക്കുറിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് സെറ്റ് ചെയ്ത് പോവുക. എല്ലാ മക്കൾക്കും ആശംസകൾ.